ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായം 7-ാമത്തെ വാക്യമാണ് ഇന്ന് നമ്മൾ പഠനത്തിന് വിധേയമാക്കുന്നത്. ആ വാക്യം ഞാൻ വായിക്കുന്നു. 1-ാം ജീവി സിംഹത്തിന് സാദൃശ്യം, 2-ാം ജീവി കാളയ്ക്ക് സാദൃശ്യം, 3-ാം ജീവി മനുഷ്യനെപ്പോലെ മുഖമുള്ളത്, 4-ാം ജീവി പറക്കുന്ന കഴുകിന് സാദൃശ്യം. ഇവിടെ 4 ജീവികളെ വേർതിരിച്ച് കാണിക്കുന്നു. അതിൽ 1-ാം ജീവി സിംഹത്തിന് സാദൃശ്യം. സിംഹം മൃഗങ്ങളുടെ രാജാവാണ്. സിംഹം സാധാരണയായി കാടിൻ്റെ രാജാവ് എന്നറിയപ്പെടുന്നു. അതിൻ്റെ ധൈര്യം, ശക്തി, ഭയപ്പെടുന്ന സാന്നിധ്യം എന്നിവ കാരണം മറ്റു മൃഗങ്ങൾ അതിനെ ഭയപ്പെടുന്നു. സാമൂഹ്യമായി ജീവിക്കുന്ന ഏക വലിയ പൂച്ച അല്ലെങ്കിൽ ഏറ്റവും വലിയ പൂച്ചവർഗത്തിൽപ്പെട്ട ജീവി പുലിക്കുട്ടി തുടങ്ങിയവയൊക്കെ ഈ ഗണത്തിൽപ്പെടുന്നതാണ്. ഒറ്റയ്ക്ക് ജീവിക്കുമ്പോൾ സിംഹങ്ങൾ പ്രൈഡ് എന്ന ഗ്രൂപ്പായി ജീവിക്കുന്നു. ഇത് സിംഹങ്ങളുടെ വലിയ പ്രത്യേകതയാണ്. ആൺസിംഹത്തിൻ്റെ കേശരം, ആൺസിംഹങ്ങൾക്ക് മാത്രമുള്ള കട്ടിയുള്ള കേശരം അല്ലെങ്കിൽ മുടി അതിനെ മറ്റു മൃഗങ്ങളിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നു. ഇത് ശക്തിയുടെയും ആധിപത്യത്തിൻ്റെയും അടയാളമാണ്. സിംഹത്തിൻ്റെ കുരച്ചിൽ 8 കിലോമീറ്റർ വരെ കേൾക്കാം എന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. ഇത് പ്രദേശം അടയാളപ്പെടുത്തുന്നതിനും മറ്റുള്ളവരെ ഭയപ്പെടുത്താനും സഹായിക്കുന്നു. സിംഹം വേട്ടയിൽ കൂട്ടമായിട്ടാണ്, പ്രത്യേകിച്ച് പെൺസിംഹങ്ങളുമായി ചേർന്ന് കൂട്ടമായി വേട്ടയാടുന്നു. ഇത് വലിയ ഇരകളെയും എളുപ്പത്തിൽ പിടിക്കാൻ സഹായിക്കുന്നു. സിംഹത്തിൻ്റെ ശക്തിയും ധൈര്യവും, സിംഹം ശക്തിയിലും ധൈര്യത്തിലും മുന്നിലാണ്. അതിനാൽ പല സംസ്കാരങ്ങളിലും ഇത് ധൈര്യത്തിൻ്റെ പ്രതീകമായി കണക്കാക്കപ്പെടുന്നു. സിംഹം രാജ്യത്വം, അധികാരം, ധൈര്യം എന്നിവയുടെ ചിഹ്നമായി ചിലയിടങ്ങൾ ഉപയോഗിച്ചത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. രണ്ടാമതായി കാണുന്നത് 2-ാം ജീവി കാളയ്ക്ക് സാദൃശ്യം. കാള വളർത്തുമൃഗങ്ങളിൽ വെച്ച് അതിശ്രേഷ്ഠതയും ബലവുമുള്ളതാണ്. ഗാർഹിക മൃഗങ്ങളിൽ വീര്യമേറിയതാണ്. കാള വളരെ ശക്തിയുള്ള ജീവിയാണ്. ഭാരമുള്ള വസ്തുക്കൾ വലിക്കുവാനും കഠിന പ്രയത്നങ്ങൾ ചെയ്യുവാനും ഇതിന് കഴിയുന്നു. കൃഷിയിൽ പഴയ കാലം മുതൽ കാളയെ ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് ചരിത്രത്തിൽ നമുക്ക് മനസ്സിലാകുന്നു. കാളയുടെ സഹനശക്തി അല്ലെങ്കിൽ കാള ദീർഘനേരം ക്ഷീണമില്ലാതെ പ്രവർത്തിപ്പാൻ കഴിവുള്ളതാണ്. ഇത് കൃഷിയിടങ്ങളിലും ചരക്കുകൾ വഹിക്കുന്നതിലും സഹായിക്കുന്നു. കാള മനുഷ്യരുടെ ജീവിതവുമായി അടുത്ത ബന്ധമുള്ളതാണ്. നിലം ഉഴുതെടുക്കുവാൻ, കൃഷിപ്രവർത്തനങ്ങൾ എന്നിവയിൽ വളരെ പങ്ക് കാള വഹിച്ചിട്ടുണ്ട്. കാളയുടെ ആക്രമണ സ്വഭാവം, ചിലപ്പോൾ കാളയുടെ ആക്രമണ സ്വഭാവം കാണിക്കും, പ്രത്യേകിച്ച് അത് പ്രകോപിതമായാൽ. അതിനാൽ കാളയെ കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധ വേണം. കാളയുടെ കൊമ്പുകൾ അതിൻ്റെ പ്രധാന സവിശേഷതയാണ്. ഇത് സംരക്ഷണത്തിനും പോരാട്ടത്തിനും ഉപയോഗിക്കുന്നു. പല സംസ്കാരങ്ങളിലും കാളയുടെ ശക്തിയും പരിശ്രമത്തിൻ്റെയും പ്രതീകമായി കാളയുടെ ചിഹ്നം ഉപയോഗിച്ചിട്ടുണ്ട്. കാളയുടെ മാംസപേശി ഘടന, കാളയുടെ ശരീരം വളരെ ദൃഢവും മാംസപേശി നിറഞ്ഞതുമാണ്. ഇത് അതിനെ മറ്റു പല ജീവികളിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നു. മൂന്നാമതായിട്ട് നമ്മളിവിടെ കാണുന്നത് 3-ാം ജീവി മനുഷ്യനെ പോലെ മുഖമുള്ളത്. മനുഷ്യൻ സർവ സൃഷ്ടിയുടെയും മകുടമാണ്. ബുദ്ധിശക്തിയും ചിന്താശേഷിയും, മനുഷ്യന് വളരെ ഉയർന്ന ബുദ്ധിശേഷിയുണ്ട്. കാര്യങ്ങൾ ആഴത്തിൽ ചിന്തിക്കാനും വിശകലനം ചെയ്യുവാനും ഭാവി പദ്ധതികൾ തയ്യാറാക്കാനും മനുഷ്യന് കഴിയും. മനുഷ്യൻ്റെ ഭാഷയും ആശയവിനിമയവും, മനുഷ്യർക്ക് സങ്കീർണമായ ഭാഷകൾ ഉപയോഗിച്ച് ആശയങ്ങൾ വ്യക്തമായി പ്രകടിപ്പിക്കാൻ കഴിയും. ഇത് മറ്റ് ജീവികളിൽ വളരെ പരിമിതമാണ്. നൈതിക ബോധം, ശരിയും തെറ്റും തിരിച്ചറിയാനുള്ള മാനസിക ബോധം മനുഷ്യർക്കുണ്ട്. നന്മയും ദോഷവും വിലയിരുത്തി തീരുമാനങ്ങളെടുക്കാൻ മനുഷ്യർക്ക് സാധിക്കുന്നു. ആത്മീക ബോധം, മനുഷ്യനെ ദൈവത്തെ അന്വേഷിക്കുവാനും ആത്മീക ജീവിതം നയിക്കുവാനും കഴിവുണ്ട്. ഇത് മനുഷ്യനെ പ്രത്യേകതയുള്ളവരാക്കുന്നു. സൃഷ്ടിപരത, കല, സംഗീതം, സാഹിത്യം, ശാസ്ത്രം തുടങ്ങിയ മേഖലകളിൽ പുതിയതൊന്നുണ്ടാക്കാനുള്ള കഴിവ് മനുഷ്യർക്കുണ്ട്. വികാരങ്ങൾ, സ്നേഹം, കരുണ, ദുഃഖം, സന്തോഷം തുടങ്ങിയ വികാരങ്ങൾ ആഴത്തിൽ അനുഭവിക്കുകയും പ്രകടിപ്പിക്കുകയും മനുഷ്യർ ചെയ്യുന്നു. സാമൂഹിക ജീവിതം, മനുഷ്യൻ സാമൂഹികമായി ജീവിക്കുന്നു. കുടുംബം, സംസ്കാരം, നിയമം തുടങ്ങിയ ഘടകങ്ങൾ മനുഷ്യ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്നു. അടുത്തത് 4-മതായി ഈ വാക്യത്തിൽ നമ്മൾ കാണുന്നത് 4-ാം ജീവി കഴുകന് സാദൃശ്യം. കഴുകൻ പക്ഷികളുടെ രാജാവാണ്, കരുത്തുറ്റതാണ്. കഴുകൻ്റെ അത്യുത്തമമായ കാഴ്ചാശക്തി, കഴുകൻ്റെ കണ്ണുകൾ അതിശക്തമാണ്. മനുഷ്യനേക്കാൾ 4-5 മടങ്ങ് ദൂരെ നിന്ന് പോലും ചെറിയ ഇരയെ കാണുവാൻ കഴുകന് സാധിക്കും. ആകാശത്തിൽ വളരെ ഉയരത്തിൽ പറന്നാലും നിലത്തുള്ള ഇരയെ കൃത്യമായി തിരിച്ചറിയുവാൻ ഈ പക്ഷിക്ക് കഴിയും. ഉയരത്തിൽ പറക്കാനുള്ള കഴിവ്, കഴുകൻ വളരെ ഉയരത്തിൽ പറക്കാനുള്ള കഴിവുള്ള പക്ഷിയാണ്. കാറ്റിൻ്റെ പ്രവാഹം ഉപയോഗിച്ച് എളുപ്പത്തിൽ ഉയർന്ന് ദീർഘസമയം പറക്കുന്നു. ശക്തമായ നഖങ്ങളും കൊക്കും, കഴുകൻ്റെ നഖങ്ങൾ വളരെ ശക്തമാണ്. അത് ഇരയെ പിടിച്ച് നശിപ്പിക്കുവാൻ സഹായിക്കുന്നു.
കൊക്കും വളഞ്ഞതും മൂർത്തതും മൂർച്ചയുള്ളതുമാണ്. കഴുകൻ്റെ ധൈര്യം, വേട്ടയാടാനുള്ള സ്വഭാവം. കഴുകൻ ധൈര്യമുള്ള വേട്ടക്കാരനാണ്. വലിയ ഇരകളെയും നേരിടുവാൻ കഴുകന് പേടിയില്ല. കഴുകൻ്റെ ദീർഘായുസ്. കഴുകൻ മറ്റു പല പക്ഷികളേക്കാൾ കൂടുതൽ കാലം ജീവിക്കും. ചില കഴുകൻ വർഗത്തിൽപ്പെട്ട പക്ഷികൾ 20-30 വർഷം വരെ ജീവിക്കുന്നു. കഴുകന് സ്വയം പുതുക്കാനുള്ള കഴിവുണ്ട്. കഴുകനെക്കുറിച്ച് പറയുന്ന പ്രത്യേകത, പ്രായം കൂടുന്തോറും പഴയ കൊക്കും നഖങ്ങളും വീണ് പുതിയവ വളരും. കഴുകൻ ഒറ്റയ്ക്കുള്ള ജീവിതം. കഴുകൻ സാധാരണയായി ഒറ്റയ്ക്കോ കൂട്ടുകാരോടൊപ്പം ജീവിക്കും. കൂട്ടമായി ജീവിക്കുന്നത് വളരെ കുറവാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ചുരുക്കത്തിൽ, ശക്തമായ കാഴ്ച, ഉയർന്നു പറക്കൽ, ശക്തമായി വേട്ടശേഷി, ധൈര്യം തുടങ്ങിയവയെല്ലാം കഴുകനുണ്ട്. ഇവിടെ വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായം 7-ാമത്തെ വാക്യത്തിൽ പ്രധാനമായി 4 കാര്യങ്ങളാണ്. അതായത് സിംഹം, കാള, മനുഷ്യൻ, കഴുകൻ, ഇങ്ങനെ 4 ജീവികളെക്കുറിച്ചാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. സിംഹം രാജത്വം. യേശുക്രിസ്തു രാജാവാണ്. സുവിശേഷങ്ങളിൽ മത്തായി എഴുതിയ സുവിശേഷത്തിൽ യേശുക്രിസ്തുവിനെ രാജാവായി ചിത്രീകരിക്കുന്നു. 2-ാം ജീവിയായ കാള ദാസൻ. മർക്കോസ് എഴുതിയ സുവിശേഷത്തിൽ കർത്താവായ ക്രിസ്തു ദാസനാണ്. 3 മനുഷ്യൻ അല്ലെങ്കിൽ മനുഷ്യത്വം. യേശുക്രിസ്തുവിൻ്റെ മനുഷ്യത്വം വ്യക്തമാക്കുന്നത് ലൂക്കോസ് എഴുതിയ സുവിശേഷത്തിലാണ്. കഴുകൻ ദൈവത്വം. യേശുക്രിസ്തുവിൻ്റെ ദൈവത്വം വ്യക്തമാക്കുന്നത് യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിലാണ്. സിംഹാസനത്തിൻ്റെ ചുറ്റും നിൽക്കുന്ന 4 ജീവികൾ സിംഹാസനത്തിൻ്റെ രാജകീയ ശ്രേഷ്ഠതയും കാളയുടെ അധ്വാനശേഷിയും കഴുകൻ്റെ ഔന്നത്യവും വേഗതയും മനുഷ്യൻ്റെ വിവേചനവും ബുദ്ധിയും ഒന്നിച്ച് സമ്മേളിച്ചുള്ള അതിശ്രേഷ്ഠ ജീവികളാണ് സിംഹാസനത്തിന് ചുറ്റും നിൽക്കുന്നത്. സൃഷ്ടിയുടെ മകുടമായ മനുഷ്യരോടൊത്ത് പക്ഷികളും മൃഗങ്ങളും മാത്രമല്ല, പ്രകൃതി നിയമകനും ചേർത്ത് ചരാചരങ്ങളും ഉൾപ്പെട്ട പ്രപഞ്ചമാകെ ഒത്തുചേർന്ന സൃഷ്ടാവായ ദൈവത്തിന് സമ്പൂർണ്ണ സ്തുതി അർപ്പിക്കുന്ന രംഗമാണ് കാണുന്നത്. വെളിപ്പാട് പുസ്തകം 19-1-2 വാക്യങ്ങൾ, സങ്കീർത്തനം 103-ന്റെ 22, സങ്കീർത്തനം 148. നാളെ നമുക്ക് വെളിപ്പാട് പുസ്തകം 4-ന്റെ 8 പഠനത്തിന് വിധേയമാക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. താങ്ക് യു.